നമുക്കൊപ്പം ഇപ്പോൾ WCC അംഗം കൂടിയായ ശ്രീമതി ദീദി ദാമോദരൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ദീദി ദാമോദരൻ, താങ്കളടക്കം നടത്തിയ പോരാട്ടത്തിന്റെ ഫലമാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് നോക്കൂ, പകുതിയോളം പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്ന ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം ചൂഷണമാണ് നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ അതിൽ പ്രവർത്തിക്കുന്ന തൊഴിലാണ്, അടിസ്ഥാനപരമായ തൊഴിലാണ്. ആ മാന്യമായി ആ തൊഴിൽ ചെയ്യാനുള്ള അവസരം അത് നിഷേധിക്കപ്പെടുകയാണ്. എനിക്ക് അതിന്റെ കണ്ടന്റ് ഓരോരുത്തരായിട്ട് അയച്ചു തന്നുകൊണ്ടിരിക്കുക, ജേർണലിസ്റ്റും ഫ്രണ്ട്സ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ. അത് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ അതിനേക്കാളും ഒക്കെ എത്രയോ ബോൾഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണല്ലോ മുന്നേ നടന്ന നാടകങ്ങളൊക്കെ. ഈ കണ്ടന്റ് ഇതില് എന്താണ്, സ്ത്രീകൾക്ക് എതിരായിട്ടുള്ള എന്തോ ഒരു കാര്യം, മിസോജനിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് വിളിച്ചു പറയുന്നതായിരുന്നു ഇത് കൂട്ടിവെട്ട വെച്ച 5 വർഷവും. അതുകൂടാതെ ഇപ്പൊ ഈ അവസാന നിമിഷം പോലും അത് സ്റ്റേ ചെയ്യിക്കാൻ വേണ്ടി നടത്തിയ നാടകങ്ങളൊക്കെ. അപ്പൊ പിന്നെ അതിന്റെ കണ്ടന്റിനെ പറ്റിയിട്ട്, കണ്ടന്റിന്റെ താഴെ വരുള്ളൂ. പക്ഷെ എത്രയാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ മൊമെന്റ് തന്നെയാണ്. അത് പുറത്തു വരുമെന്ന് പറഞ്ഞാൽ എത്ര കാത്തിരുന്നാലും അത് പുറത്തു വരും വരെ നമ്മൾ ഫൈറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിരുന്നു. അത് അതിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന ഒരു റിപ്പോർട്ടായിരിക്കുമെന്നും ആ റെക്കമെൻഡേഷൻസ് മുഴുവൻ അതുപോലെ തന്നെ നടപ്പിലാക്കുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ ഇത്രയെങ്കിലും എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമായിരുന്നു. അതിൽ വലിയൊരു ചാരിതാർത്ഥ്യമുണ്ട്. തീർച്ചയായും. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചു. അപ്പം ഞാൻ നേരത്തെ അല്പസമയം മുൻപ് ഞാൻ ഭാഗ്യലക്ഷ്മിയുമായി സംസാരിക്കുകയായിരുന്നു. അവർക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ഇനി ഇതിപ്പം ഇതല്ല, ഇനി ഇനി ഇതിനൊരു അവസാനം വേണമല്ലോ. ഇത്രയധികം പരാതികൾ, അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് വന്നു, അത്രയധികം സ്ത്രീകളെ കേട്ട് പഠിച്ച് അതിന്റെ ശുപാർശകൾ, അതിന്റെ നിഗമനങ്ങൾ, ഇനി എന്ത് ചെയ്യാൻ കഴിയുമെന്നത് കൂടി ജസ്റ്റിസ് ഹേമ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നുണ്ട്. അത് നടപ്പാകും. അതാണല്ലോ ഇനി നമുക്ക് വേണ്ട അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. അതാണ്. അതിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് താങ്കൾക്ക്? എനിക്ക് വളരെ വലിയ പ്രതീക്ഷ തന്നെയാണ്. കാരണം ഇച്ഛാശക്തിയുള്ള ഒരു RTA കമ്മീഷണറും ആ കമ്മീഷനും ഇച്ഛാശക്തിയുള്ള ജഡ്ജിമാരും ഇരുന്നപ്പോ ഇതിന് പുറത്തു വരാൻ പറ്റി. അത് കണ്ടിട്ട്, അതേപോലെ ഇത് വേണം എന്ന് തീരുമാനിച്ച ഒരു മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും CM ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും ഇത് വേണം എന്ന് ആവശ്യപ്പെട്ടതുപോലെയുള്ള അതിന് തയ്യാറായ ഒരു മനസ്സുണ്ടല്ലോ, അത് വീണ്ടും റീഡിസ്കവർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ വളരെയധികം നന്ദി ശ്രീമതി ദീദി ദാമോദരൻ സംസാരിച്ചതിന്.